കടന്നു പോകൂ. കടന്നു പോകാൻ. ഇല്ല, നിങ്ങൾക്കെന്നെ ഇല്ലായ്മ ചെയ്യാനാവില്ല. വരും തലമുറ ഉറ്റുനോക്കുന്ന വർണ്ണമാണു ഞാൻ. സത്യം പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ വെക്കുന്ന ഓരോ കാലടികൾക്കും വരും തലമുറയാൽ ക്രൂശിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് കടന്നു പോവുക. കടന്നു പോകാൻ. സത്യം പുലരുക തന്നെ ചെയ്യും. സത്യം പുലരുക തന്നെ ചെയ്യും. സത്യം പുലരുക തന്നെ ചെയ്യും. നിങ്ങൾ ആരാണ്? എന്തിനിങ്ങനെ ശബ്ദമുയർത്തുന്നു? ഓരോ പ്രവാചകന്റെ കൂടെയും ഞാനുണ്ടായിരുന്നു. അബ്രഹാം, മോസസ്, യേശു എന്നിങ്ങനെ ഓരോ പ്രവാചകന്റെ കൂടെയും. അവരുടെ വിമോചന സമരങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും വർണ്ണം ഞാനായിരുന്നു. അപ്പോൾ അങ്ങയോട് കലഹിച്ചുകൊണ്ടിരുന്ന ആ കറുപ്പും ചുവപ്പും വേഷധാരികൾ? പറയാം. വരൂ, നമുക്ക് ആ ചിത്രം പറഞ്ഞു തരുന്ന കഥയിലൂടെ സഞ്ചരിക്കാം. എവിടെ ആ കുറ്റവാളി? എവിടെ? അവനെ ഇങ്ങ് കൊണ്ടുവരിക. കൊണ്ടുവരാൻ. എന്നെ എന്തിനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ കാലികൾ സന്യാസി മഠത്തിന്റെ ഭൂമിയിൽ മേഞ്ഞ് നമ്മുടെ തോട്ടങ്ങൾ തിന്നു നശിപ്പിച്ചു. ഇടയന്റെ കുറ്റം കൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവയെ പിടിച്ച് കെട്ടിയിട്ടു. ഈ ദരിദ്രന് സ്വന്തം കൈകളുടെ കരുത്തും ഈ മിണ്ടാപ്രാണികളുമല്ലാതെ മറ്റൊന്നുമില്ല. അവയെ കൊണ്ടുപോകാൻ എന്നെ അനുവദിച്ചാലും ഇനി ഞാനും ഇവയും ഈ പുണ്യഭൂമിയുടെ പരിസരത്ത് പോലും വരില്ല. ഇങ്ങോട്ട് വരില്ലെന്നോ? ധിക്കാരം കാണിച്ച നീയും നിന്റെ കാലികളും എങ്ങോട്ട് പോകാൻ? ദൈവം ഈ ഭൂമിയുടെ സംരക്ഷകരായി നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സന്യാസി മഠമാവട്ടെ ദിവ്യഭൂമിയാണോ? നിന്റെ കാലികൾ ഭക്ഷിച്ച പുല്ല് നിന്റെ വയറ്റിൽ വിഷമായി വളരും. ഇല്ല, നിനക്ക് രക്ഷപ്പെടാനാവില്ല. അവസാന നാണയം നഷ്ടം നികത്തും വരെയും നിന്റെ കാലികൾ ഇവിടെ കിടക്കും. ഈ ദരിദ്രന് കുടുംബം പുലർത്താൻ ഈ ആടുകൾ മാത്രമാണുള്ളത്. എന്റെ കയ്യിൽ ഒരു കുഞ്ഞു നാണയം പോലുമില്ല. എന്നോടും എന്റെ ദാരിദ്ര്യത്തോടും കാരുണ്യവാനായ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾ അനുകമ്പ കാണിക്കണം. എങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് പണവുമായി വരിക. ദൈവത്തിന്റെ ഭൂമിയിൽ നിന്ന് വിടുവായത്തം വിട്ട് നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയില്ലാത്തവനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പാവങ്ങൾ നിലനിൽപ്പിനു വേണ്ടി അന്നന്ന് ജീവിച്ചു പോകാൻ സൂക്ഷിക്കുന്ന വയലുകൾ വിറ്റ് സ്വർണവും വെള്ളിയും നിറച്ചിരിക്കുന്ന സന്യാസി മഠത്തിന്റെ ഖജനാവുകൾ വീണ്ടും നിറയ്ക്കണമെന്നാണോ? വിശക്കുന്ന മൃഗങ്ങളോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ നിരാലംബർ വിശപ്പ് കൊണ്ട് മരിക്കണമെന്നാണോ ദിവ്യജ്ഞാനം കരസ്ഥമാക്കിയ നിങ്ങളുടെ വാദം? ഇല്ലാത്തവനിൽ നിന്ന്
അവനുള്ളതും കൂടി എടുത്ത് ഉള്ളവന് കൊടുക്കപ്പെടുമെന്നാണ് വേദഗ്രന്ഥത്തിൽ പറയുന്നത്. കള്ളം, പച്ചക്കള്ളം. നിങ്ങൾ എന്റെ ചെവിയിൽ ഈയം മുരുക്കിയൊഴിക്കുമെന്നറിഞ്ഞിട്ടും എന്റെ നാവുകൾ വലിച്ചു പുറത്തിടുമെന്നറിഞ്ഞിട്ടും എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്റെ ബുദ്ധിക്ക് മറയിടാതിരിക്കാൻ, ദൈവിക വചനങ്ങളുടെ നിജസ്ഥിതി അറിയാൻ. ആണോ? എന്നിട്ട് എന്താണാവോ താങ്കൾ പഠിച്ചത്? പറഞ്ഞാലും മഹാപണ്ഡിതൻ, വിവരങ്ങൾ വിളമ്പിയാലും. നിർത്തൂ നിങ്ങളുടെ വിട്ടിച്ചിരിയും പരിഹാസവും. അങ്ങനെ നിങ്ങൾ ആ പുസ്തകത്തിലെ പാഠങ്ങൾ വ്യഭിചരിക്കുന്നു. നിറഞ്ഞ ഹൃദയമുള്ള ഓരോരുത്തനും വേണ്ടത് നൽകപ്പെടും, എന്നാൽ ശൂന്യ ഹൃദയത്തിൽ നിന്ന് അവനുള്ളതും കൂടെ എടുക്കപ്പെടും എന്നത്രേ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നശിച്ച പാപിയെ പിടിക്കൂ. അവന്റെ കയ്യിൽ നിന്ന് ഗ്രന്ഥം പിടിച്ചു വാങ്ങി അവനെ ഇരുട്ടറയിൽ തള്ളൂ. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ ശപിക്കുന്നവർക്ക് ഇവിടെയും പരലോകത്തും മാപ്പില്ല. ഞാൻ ആരെയും ശപിച്ചിട്ടില്ല. ശപിക്കുക എന്റെ ജോലിയുമല്ല. നീതിമാനായ ദൈവത്തിന്റെ വചനങ്ങളെ നേർവഴിക്ക് വായിച്ചു എന്ന് മാത്രം. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പ്രതിനിധികൾ എന്നാണ് ദൈവവചനം. പുരോഹിതന്മാർ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരാണ്. ഭരണകൂടത്തെ ദൈവിക പാതയിൽ നയിക്കേണ്ടവരാണ്. ഭരണകൂടം ജനസേവനത്തിന്റെ ഉപാധി എന്നറിയിക്കേണ്ടവരാണ്. നിർത്തൂ നിന്റെ വിഷം തുളുമ്പുന്ന നാവ്. വന്നു സന്യാസി മഠത്തെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുന്നോ? ഇവനെ ചങ്ങലക്കിട്ട് തെരുവിലൂടെ നടത്തിച്ച് ചാട്ടവാറടിച്ച് ഇരുട്ടുമുറിയിൽ തള്ളൂ. ഉടൻ തന്നെ ഭരണാധിപനെ വിവരമറിയിക്കണം. ഇവന്റെ അവസാന ജീവൻ അസ്തമിക്കും വരെ ക്രൂരമായി ശിക്ഷിക്കേണ്ടത് ഭരണാധിപനാണ്. നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് അക്രമത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തെയും നിങ്ങളെ തന്നെയും വഞ്ചിക്കുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനീ ഇരുട്ടുമുറിയിൽ ഈ ക്രൂശിതനെ കാണാൻ വന്നു? മനുഷ്യരുടെ ഇരുണ്ട ഹൃദയത്തോട് പൊരുതി ഇരുട്ടുമുറിയിൽ തങ്ങാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ. നാസ്തികനായ വിപ്ലവകാരി എന്ന് എന്നെ എല്ലാവരും വിളിക്കുന്നു. നിന്റെ വിപ്ലവ ശബ്ദം അതാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. നീ എന്നോടുകൂടെ നിന്നാൽ ഞാൻ ജനങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരാം. നിന്നെ ഞാൻ സംരക്ഷിക്കാം. അങ്ങനെ നിന്റെ നാവിലൂടെ ഇവിടെയുള്ള മേലാളന്മാരെ വരിഞ്ഞു മുറുക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ എന്റേതല്ല, ദൈവവചനങ്ങൾ മാത്രം. അവ പുരോഹിതന്മാരുടെ ജീവിതത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ.
ദൈവം കാരുണ്യവാനാണെങ്കിൽ നമ്മുടെ സമൂഹം അവരുടെ ചെറ്റക്കുടലിൽ തണുപ്പും വിശപ്പും അനുഭവിച്ച് ദുരിതങ്ങൾ പേറുമോ? ഈ മർദ്ദക സമൂഹം രക്തരക്ഷസുകളെ പോലെ കൊഴുത്തു വളരുമോ? ഇവരുടെ ചൂഷണത്തിന് അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇല്ലാത്ത ദൈവത്തെയും അസംബന്ധങ്ങളായ ദൈവവചനങ്ങളെയുമാണ്. പക്ഷേ നിന്റെ ശബ്ദത്തിൽ ഇവയോടുള്ള നിഷേധത്തിന്റെ സൂചനകൾ ഞാൻ കാണുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ദൈവത്തിന്റെ പ്രതിനിധി മാത്രം, അവനെ നിഷേധിക്കുന്നവനല്ല. എന്റെ മുന്നറിയിപ്പ് ഇതാണ്: അരുത്, മനുഷ്യനെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടരുത്. നീ നിർമ്മിക്കുന്ന സിദ്ധാന്തം അപകടകരവും മനുഷ്യവിരുദ്ധവുമാണ്. മനുഷ്യ സമത്വത്തെക്കാൾ നാശമാണ് സംഭവിക്കുക. നിന്റെ ഈ വിഡ്ഢിത്തമാണ് നിന്റെ വേദനകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാത്തത്. നീ വന്നാലും ഇല്ലേലും നിന്റെ ശബ്ദത്തിൽ നിന്ന് ഞാനൊരു സമൂഹത്തെ സൃഷ്ടിക്കും. ഞാൻ പോകുന്നു നിന്റെ അവസ്ഥയോർത്ത് പരിതപിക്കുന്ന ജനതയിലേക്ക്. അവരുടെ വേദന നിറഞ്ഞ സഹതാപം എനിക്കുള്ള ആയുധമാണ്. ദൈവമേ, നിന്റെ വചനങ്ങൾ മറച്ചു വെക്കുന്ന കപടത ഒരു വശത്ത്, നിന്നെ നിഷേധിക്കുന്ന പൈശാചികത മറുവശത്ത്. ദൈവമേ, എന്റെ കരങ്ങൾ ഇതിൽ നിന്നും ശുദ്ധീകരിക്കണമേ. നിന്റെ ഭൂമി നീ സംരക്ഷിക്കണമേ. എന്നാലും നമ്മുടെ ഇടയന്റെ കാര്യം കഷ്ടം തന്നെ. അവൻ എന്തിനീ കഷ്ടതകൾ ഇരന്നു വാങ്ങുന്നു? അല്ല, അങ്ങനെ പറയരുത്. അവൻ ഉരുവിടുന്ന ഓരോ വചനവും നമുക്ക് വേണ്ടിയുള്ളതാണ്. അവൻ കഷ്ടതകൾ അനുഭവിക്കുന്നത് നമ്മുടെ കഷ്ടതകൾ ഇല്ലായ്മ ചെയ്യാനാണ്. പക്ഷേ അവൻ്റെ ധീരതക്കും ശബ്ദത്തിനും കൂട്ട് അവൻ മാത്രമല്ലേ ഉള്ളൂ. അവൻ്റെ ഓരോ രക്തത്തുള്ളികളിൽ നിന്നും 1000 ധീരന്മാർ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. അതെ, അതാണ് ഇടയൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് ഈ ചൂഷകർ ഇടയനെ മർദ്ദിക്കുന്നതും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതും. നമുക്കെന്ത് ചെയ്യാനാകും? അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അവരെ നിഷേധിക്കുക വഴി ദൈവത്തെ നിഷേധിക്കുകയാണ് ഇടയൻ ചെയ്തത്. നമുക്കതിനുള്ള ധൈര്യം പോരാ. ദൈവം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടാവുമെങ്കിൽ അവൻ നിഷ്കളങ്കനായ ഇടയന് കൽത്തുറക്ക് സമ്മാനിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഇടയന്റെ പ്രതിനിധിയാണ് ഞാൻ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മർദ്ദകരില്ലാത്ത, ദൈവകൽപ്പനകളില്ലാത്ത എല്ലാ മനുഷ്യർക്കും അപ്പത്തിൻ്റെയും മീനിൻ്റെയും കണക്കുകൾ ഒരേ അളവിലാകുന്ന ഒരു സുന്ദര രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം നൽകാം. ദൈവത്തെ നിഷേധിക്കുകയോ? വൻ പാപമല്ലേ അത്? ദൈവം ചൂഷണത്തിന്റെ ആയുധം മാത്രം. ആ ആയുധത്തെ നിങ്ങൾ നിഷേധിക്കൂ. ഈ പുരോഹിതന്മാരെയും ഭരണാധികാരികളെയും വലിച്ചു താഴെയിറക്കൂ. നിങ്ങളുടെ മുന്നിൽ ഭൂമിയിലെ സ്വർഗമാണുള്ളത്. അതിനെ തടഞ്ഞു വെക്കാൻ ഒരൊറ്റ ദൈവവുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദൈവം. മനുഷ്യന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്ന, ആരുടെയും അടിമയല്ലാത്ത, മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന ഭൂമിയിലെ സ്വർഗത്തെ ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നു.
അതുകൊണ്ട് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ആ ഭൂമിയിലെ സ്വർഗ സൃഷ്ടിപ്പിന് ഞങ്ങളുമുണ്ട് കൂടെ. നിന്റെ ശബ്ദത്തിൽ നിന്ന് ഞാനൊരു സമൂഹത്തെ സൃഷ്ടിച്ചു. പുരോഹിതന്മാരെയും ജന്മികളെയും ഒലിച്ചു തെരുവിലിറക്കി. ഇനി ഇവിടെ ദൈവത്തിന്റെ പേരിൽ ഭരിക്കുന്നവരില്ല. ജനങ്ങൾ അവരുടെ നിയമത്താൽ ജീവിക്കുന്നു. ആ നിയമത്തിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ ചങ്ങലകൾ ഞാൻ അറുത്തു മാറ്റാം. വേണ്ട, എൻ്റെ ശബ്ദം മനുഷ്യർക്കും ദൈവത്തിനും എതിരായിരുന്നില്ല. എന്നാൽ നിന്നാൽ രൂപപ്പെടുത്തപ്പെട്ട ഈ സമൂഹത്തിന് ഒരു നാൾ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്നതിനേക്കാൾ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ് അനുഭവപ്പെടും. അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒഴുക്കപ്പെടുന്ന രക്തത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിൽ അരിച്ചു കയറുന്നു. നിങ്ങൾ പടുത്തുയർത്തിയ ഈ സ്വപ്നഭൂമി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമത്വത്തേക്കാൾ അസമത്വത്തിൻ്റെ കോട്ടകൾ പണിയും. ഇല്ല, ഇവിടെ ബുദ്ധിക്കും ബുദ്ധിയില്ലായ്മയ്ക്കും തമ്മിൽ മത്സരമില്ല. കഴിവിനും കഴിവില്ലായ്മയ്ക്കും ഒരേ അളവുകോൽ. എല്ലാവർക്കും ഒരേ അപ്പവും വീഞ്ഞും. മനുഷ്യന് പരോപകാരിയാകണമെങ്കിൽ അവൻ്റെ കഴിവും ബുദ്ധിശേഷിയും അംഗീകരിക്കപ്പെടണം. ദൈവിക കൽപ്പനയാൽ വിഭവങ്ങൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ദൈവിക വചനങ്ങളിലേക്ക് തിരികെ പോവുക. ആ വചനങ്ങളിലൂടെ വിപ്ലവം രൂപപ്പെടട്ടെ. നീ പുരോഹിതന്മാരോടും ജന്മികളോടും കലഹിച്ചതുപോലെ നമ്മോടും കലഹിക്കുകയാണ്. നിന്റെ ശബ്ദത്തിലെ അപകടം തിരിച്ചറിഞ്ഞിട്ടും നിന്റെ ചങ്ങലകളെ ഞാൻ അറുത്തുമാറ്റിയാൽ നിന്റെ വിപ്ലവ ശബ്ദത്തിൽ ഞാൻ പടുത്തുയർത്തിയ സമൂഹം എനിക്കെതിരെ തിരിയും. അതുകൊണ്ട് ഭരണകൂടം നിനക്ക് വിധിച്ചത് ഞാൻ നടപ്പിലാക്കുന്നു. നിന്റെ വെടിയുണ്ടകൾ എന്റെ ശരീരത്തെ മാത്രമേ ഇല്ലായ്മ ചെയ്യുകയുള്ളൂ. എന്റെ ശബ്ദങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. എന്നാൽ നീയാകട്ടെ നിന്നിലെ ആന്തരിക വൈകൃതങ്ങളാൽ ഇല്ലായ്മ ചെയ്യപ്പെടും. അപകടകാരി, നീയും നിന്റെ ശബ്ദങ്ങളും മരിക്കുക. അന്ന് അവനും അവൻ്റെ കൂട്ടാളികളും ഇടയനിലൂടെ എന്നെ വധിച്ചു. പക്ഷേ അവൻ അറിയില്ലായിരുന്നു അവൻ്റെ ജനതയും അവനെ തേടി വരുന്ന മറ്റ് ശക്തികളും അവൻ്റെ നാശത്തിന് കളമൊരുക്കുമെന്ന്. പക്ഷേ അവൻ നാൾക്കുനാൾ വളരുകയല്ലേ ചെയ്തത്? കറുപ്പ് വസ്ത്രധാരിയെക്കുറിച്ചുള്ള നിന്റെ ചോദ്യമുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഉത്തരം. വരൂ, നമുക്ക് ഈ ചിത്രത്തിലൂടെ പുതിയൊരു യാത്ര ആരംഭിക്കാം. നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് നാം സൃഷ്ടിച്ച സമൂഹം വർഷങ്ങളായി ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്നു.
പക്ഷേ ഇപ്പോൾ അവർ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ അവർക്ക് മടുപ്പ് വന്നു. എങ്ങും നിരാശാജനകമായ അവസ്ഥ മാത്രം. ഓരോ വ്യക്തിയും അവനവൻ്റെ നിയമങ്ങളിൽ മത്സരിക്കുകയാണ്. എങ്കിൽ അത്തരം അപശബ്ദങ്ങളെ അടിച്ചമർത്തേണ്ടതുണ്ട്. അത് വ്യാപിച്ചാൽ നമ്മുടെ നിലനിൽപ്പ് എന്നേക്കുമായി ഇല്ലാതാവും. പക്ഷേ ഭൂമിയുടെ സമ്പത്ത് തേടി അലയുന്ന ആർത്തി പൂണ്ട ആ കറുത്ത രൂപമുണ്ടല്ലോ, അത് നമ്മയും തേടി വരുന്നുണ്ട്. അതെ, നമുക്കാണെങ്കിൽ അവരോട് പൊരുതി നിൽക്കാനുള്ള ശക്തിയുമില്ല. നമ്മുടെ സമൂഹമാകട്ടെ അവരോടൊപ്പം ചേർന്നു കഴിഞ്ഞു. ഇല്ല, നമ്മൾ അവരോട് പൊരുതും. നമ്മുടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നമ്മൾ നിർമ്മിച്ച ദർശനത്തെ മുൻനിർത്തി. അങ്ങനെ നമ്മുടെ സമൂഹം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ഇല്ല, നിന്റെ നിലനിൽപ്പിന്റെ കാലം കഴിഞ്ഞു. ഇല്ല, നിങ്ങളുടെ ശ്രമം വിഫലമാണ്. എന്റെ ജനത എനിക്ക് വേണ്ടി ശബ്ദിക്കും. അവർ 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 നിങ്ങളോട് ചെറുത്തു നിൽക്കും. നിന്റെ മൂഢധാരണകൾ മാറ്റിവെക്കുക. നിന്റെ ജനത എന്റെ വാഗ്ദാനങ്ങൾക്ക് പിന്നാലെയാണിപ്പോൾ. എന്റെ ശബ്ദങ്ങൾ, എന്റെ രൂപം അത് കണ്ടാൽ എന്റെ സമൂഹം, ഞാൻ പടുത്തുയർത്തിയ സമൂഹം എന്നിലേക്ക് വരിക തന്നെ ചെയ്യും. ആയിരിക്കാം. നിന്റെ മഹനീയ വാഗ്ദാനങ്ങൾക്ക് പുറത്ത് നീ ഉയർത്തുന്ന ദർശനത്തിലേക്ക് അവരിനെയും വന്നേക്കാം. അതുകൊണ്ട് നിന്നെയും നിന്റെ ദർശനത്തെയും തൂക്കിലേറ്റാനാണ് ഞാൻ വന്നത്. കണ്ടില്ലേ, കൂടെയുണ്ടായിരുന്ന നിന്റെ വർണ്ണങ്ങൾ നമ്മോട് ചേർന്ന് കഴിഞ്ഞു. വർഷമായി നാം കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഇന്ന് വളരെ വലുതാണ്. അതിനിടയിൽ വന്ന എല്ലാ വ്യവസ്ഥകളും നമ്മൾ തകർത്തു. ഓരോ ദേശക്കാരെയും ഉന്മൂല നാശം വരുത്തി. അവരുടെ അസ്ഥികൾ കൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് ആഭരണമുണ്ടാക്കി. അതെ, ആ വളർച്ചയ്ക്കിടയിൽ നിങ്ങൾ നമുക്ക് വേണ്ടി പണിതു തന്ന രാജ്യത്തിലൂടെ അതിൻ്റെ യഥാർത്ഥ അവകാശികളെ നമ്മൾ ദുരിതത്തിലാഴ്ത്തി. എൻ്റെ വംശീയ വെറിയാണതിൻ്റെ ഉപകരണം. നമ്മുടെ ദൈവവിശ്വാസങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ലെങ്കിലും നമ്മുടെ ലക്ഷ്യം നമ്മെ ഒരുമിപ്പിക്കുന്നു. ദൈവവിശ്വാസികളായ ജനതയാണ് നമുക്കാവശ്യം. ആ വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ടാവണം, ഒരു പ്രാർത്ഥനാ ഉപകരണമായിട്ട്. പക്ഷേ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളിൽ ദൈവത്തിന് യാതൊരു പങ്കും വെക്കരുത്. അതെ അതെ, ഈ കേവല ദൈവവിശ്വാസങ്ങളെ മുൻനിർത്തി വേണം നമുക്ക് നിലനിൽക്കാൻ, ഭൂമിയിൽ നാശം വിതക്കാൻ. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ തകിടം മറിക്കും വിധം ഈ അടുത്ത കാലത്തായി ആ പഴയ ആട്ടിടേന്റെ പിന്മുറക്കാർ നമുക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്ന് കേൾക്കുന്നു. അതെ, ഞാൻ മാത്രമല്ല, നിങ്ങൾ കാലാകാലങ്ങളായി വംശനാശം വരുത്തിയ ഓരോ ജനവിഭാഗവും അവരുടെ പടയാളികളുമായി നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. അവർ നിങ്ങളുടെ കോട്ടകൾ വളഞ്ഞിരിക്കുന്നു.
കണ്ടില്ലേ, നിങ്ങൾ വളയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവീക വ്യവസ്ഥകളെ തഴഞ്ഞു വളർന്ന എല്ലാ വർണ്ണങ്ങളും അവരുടെ തന്നെ വൈകൃതം കൊണ്ട് തൂക്കിലേറ്റപ്പെട്ടു. നിലനിൽക്കുവാൻ അധികാരമുള്ള ദൈവീക വർണ്ണം പൂർണ്ണമായും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. എന്നോടൊപ്പം കറുപ്പും ചുവപ്പും വർണ്ണങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ എനിക്കവരുടെ കാലൊച്ച കേൾക്കാം. ഇല്ല, അവരിന് എത്ര തന്നെ ശ്രമിച്ചാലും ഉയർന്നു നിൽക്കാൻ സാധിക്കില്ല. കാരണം വൈകല്യങ്ങളുള്ള മനുഷ്യനിർമ്മിത വർണ്ണങ്ങൾ മാത്രമാണ് അവയൊക്കെ. വരും തലമുറയുടെ വിമോചനം ആ വർണ്ണങ്ങളിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കത് സ്വീകാര്യവുമല്ല. പക്ഷേ അവരുടെ കാലൊച്ച അടുത്തടുത്ത് വരുന്നു. നിങ്ങളത് കേൾക്കുന്നില്ലേ? വരും തലമുറയുടെ ചുവടുവെപ്പുകളുടെ ശബ്ദം. അവർ ഇവരെ പ്രതിരോധിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല. ഞാൻ വരും തലമുറയുടെ പ്രതിനിധി. ഞാൻ തോൾ ചേർന്നിരിക്കുന്നത് എന്റെ ദർശനത്തോട്. സത്യം പുലരും, മിഥ്യ തകരും. മിഥ്യ തകരേണ്ടത് തന്നെയാണ്.